കണ്ടുള്ള പരിചയങ്ങളും കാര്യങ്ങളും സന്തോഷം. സിനിമ കണ്ടു, കുറച്ച് ആൾക്കാർ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയാണ്. റൈറ്റർ പ്രദീപ് മട്ടുള്ള പയ്യന്നൂരിൽ ഒരു നാടക പ്രവർത്തകനാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രൊഡ്യൂസറിന് ഒരാൾ കൂടിയാണ്. ഒരു പരിമിതമായ സൗകര്യത്തിൽ നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ചെയ്തൊരു പടമാണ്. പിന്നെ നായികയായിട്ട് സിജി പ്രദീപ് തൃശ്ശൂരാണ്. ഇവരൊക്കെ പ്രതിഭാട്ടവരൊക്കെ നേരത്തെ തന്നെ നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിചയമുണ്ട്. എനിക്ക് അത്യാവശ്യം പരിചയമില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു സബ്ജക്റ്റ് ഇതിലേക്ക് എത്തുകയും നമ്മുടേതായ പരിമിതമായ സൗകര്യങ്ങൾ കൂടി കണ്ട് ചെറിയ ദിവസങ്ങൾക്ക് ചെയ്ത് തീർത്തൊരു വർക്കാണ്. അപ്പോൾ അതിന് കാസർഗോഡ് അവർ രാജ്യത്താക്കി പറയുന്നത്. അപ്പോൾ പിന്നെ ബാക്കി നിങ്ങൾ കണ്ടു ആദ്യത്തെ ഒരു വർക്കാണ്. പിന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വിചാരിക്കുന്നു. പിന്നെ സിജി പ്രദീപ് ഉത്സാഹം എന്ന് പറഞ്ഞ കേട്ടായിരുന്നു. പിന്നെയുള്ളത് നമ്മൾ പ്രൊഡക്ഷനിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇവരെ എളുപ്പം തന്നെയാണ്. പിന്നെ കാറ്റിൻ്റെ ഡയറക്ടർ, പിന്നെ റൈറ്റർ അവർ വന്നിട്ടില്ല. പുള്ളിയുടെ ആരെങ്കിലും പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇങ്ങോട്ടും വരാൻ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ടീം ഇതാണ്, ബാക്കി നിങ്ങൾ കണ്ടതാണ്. പിന്നെ ദൈവമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ ഇപ്പോൾ മലബാറിന് പുറത്തേക്ക് വരുമ്പം അതിൻ്റെ സംഗീതം മറ്റു പശ്ചാത്തലം കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്നതിൻ്റെ കണ്ടീഷൻ. അപ്പം പറഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ പേഴ്സണലായി സംസാരിച്ചു. ബാക്കി നിങ്ങൾ സംസാരിക്കുക, പറയുക. തെയ്യം ആണെങ്കിലും പ്രകൃതിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ ഭൂമി പോകുന്ന വിഷയങ്ങൾ, അതായിട്ടുള്ള ആത്മബന്ധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. തെയ്യം അതിൻ്റെ ഒരു അണ്ടർടോൺ ആ രീതിയിൽ ഞാൻ മനസ്സിലാക്കി. അല്ലെങ്കിൽ ഓരോ രീതിയായിരിക്കും. അതാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. എന്തായാലും നല്ല രസമുണ്ട്. പിന്നെ ലീഡ് ക്യാരക്ടർ ചെയ്ത ശ്രീക്ക് ഗംഭീര പെർഫോമൻസ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല രസമുണ്ട്. അവിടെ എക്സസൈസും നല്ല രസമുണ്ട്. നമ്മൾ ഒരു എന്താ പറയുക, ഒരു അറിയപ്പെടുന്ന ഒരു നടൻ ഇല്ലെങ്കിൽ പോലും അത് ആ രീതിയിൽ അറിയപ്പെടുന്ന ഒരു സിനിമയ്ക്ക് മാറ്റാൻ ഈ കക്ഷിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. താങ്കൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലീഡ് ക്യാരക്ടർ അല്ല, ലീഡ് ക്യാരക്ടറിൽ ഇങ്ങനെ വരുന്ന വേറെ അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും നമുക്ക് തോന്നുന്നില്ല. താങ്കൾ ആദ്യമായിട്ട് ഐ മീൻ ഈ ഒരു ഇത്തരം ലെവലിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു നടൻ്റെ ഒരു സാധനം പോലെ തോന്നി. അതുപോലെ തന്നെ നടീരിയായാലും ടോട്ടലി ഇഷ്ടപ്പെട്ടു, രസമുണ്ട്. പ്രതിഭയുടെ സ്ക്രിപ്റ്റാണ് ഈ സിനിമയിലേക്ക് വരാൻ മെയിനായിട്ടുള്ള കാരണം. ആകാശത്തിന് താഴെ എന്ന് പറയുന്നത് പ്രതിഭയുടെയായിരുന്നു. അപ്പോൾ ആളുടെ സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സിനിമ ഏറ്റിരിക്കുന്നത്. എനിക്ക് വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രം. പിന്നെന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് എന്നെ തന്നെ സ്ഥിതി കാണുമ്പോൾ ഞാൻ തന്നെ അത് വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ഒരു ഇപ്പോൾ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് കുറച്ച് ഇതായി പോയില്ലേ എന്നുള്ള സാധനം തോന്നാറുണ്ട്. എന്താ പറയുക, ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും നമുക്ക് ഓരോ അനുഭവങ്ങളാണല്ലോ. നോക്കുമ്പോഴത്തേക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്നത്. ആത്മത്തൊഴിയുന്ന ഭാഗം വളരെ കോൺഫിഡൻ്റായിട്ട് അത് പ്രശ്നങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോപ്പുലർ സാധാരണ സോങ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പാട്ടുകൾ, അതുപോലെ തന്നെ കഥാഖ്യാനങ്ങളുണ്ട്. തെയ്യം കൂടാതെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പല കാവുകളും കെട്ടിയാട്ടക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കാണിക്കുന്ന അതിലൊരു സംഭവമുണ്ട്. ഇപ്പോൾ വളരെ ആദരപൂർവ്വം ഭക്തിപൂർവ്വം നിൽക്കുമ്പോൾ അപ്പോൾ അതവർക്ക് പരസ്പരം അങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. അത് പിന്നീടായാലും ഒരു വർഷക്കാലത്തേക്ക് അവർക്കതൊരു എനർജി കാത്തു സൂക്ഷിക്കാൻ കഴിയും. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് ശരിക്കും പ്രേക്ഷകരിലേക്ക് പടം ഭാഗം തമ്മിൽ അത്ര വലിയൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ അത്ര വലിയ അന്തരമുണ്ടോ അവിടെ ഉണ്ടോ? ഇവിടെ അത്ര വലിയ അന്തരം കാണിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ചിലപ്പം വണ്ണാനാവാം, അല്ലെങ്കിൽ മലയനാവാം. ഈ പറയുന്ന തെയ്യം കലാകാരന്മാരുടെ ഏത് ഇതിൽപ്പെടുന്നവരും ആവാം. മറ്റേ പണിക്കര് മലയം പണിക്കുന്ന സംഭവം പറയുന്നത് മലയ സമുദായത്തിൽ മലയം പണിക്കർ
കൊലപാതകങ്ങളുണ്ട്. ഇപ്പം ഇപ്പം അവിടെ പെരുവണ്ണാനാവുക, വണ്ണാൻ ഇന്ന ചില കോലങ്ങൾ കെട്ടി വള കൊടുക്കും ക്ഷേത്രത്തിൽ, അപ്പോൾ അദ്ദേഹം പെരുവണ്ണാനാവും. പിന്നെ മലയൻ സമുദായത്തിൽ അത് പണിക്കറാവും. പിന്നെ അവർ സമുദായത്തിൽ നിന്ന് അവർ 500 300 എന്ന് പറഞ്ഞിട്ടുള്ള ആചാര പേരുകൾ, അപ്പോൾ ആചാര പേരുകളാണ് ഈ പണിക്കർ എന്ന് പറയുന്നത്. ഈ സമുദായത്തിൽ മുതിർന്നവരെ അച്ഛന്മാരെന്ന് വിളിക്കും, തൊണ്ടച്ചന്മാര് അച്ഛന്മാരെന്നൊക്കെ. അങ്ങനെ അതൊരു സ്ഥാനപ്പേര്. അതിപ്പോഴും ആ രീതി തന്നെ തുടർന്നു പോകുന്നു. ഈ സ്ഥാനപ്പേര് നൽകുന്ന ആചാര രീതി അതേപോലെ തന്നെ തുടർന്നു പോകുന്നു. ചിറക്കൽ കൊട്ടാരമില്ലേ, അതുകൊണ്ട് പിന്നെ കളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രവും. നമ്മളിപ്പോൾ തെയ്യവുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും ഒരു സാധാരണ ഒരു ലേമനെ സംബന്ധിച്ച് അയാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തെയ്യമാണെങ്കിലും എന്താണെങ്കിലും എന്ത് ക്യാരക്ടറാണെങ്കിലും ഒരു സാധാരണ മനുഷ്യന് നമുക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ അതിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ലേമൻ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് എൻ്റെ ഒരു വേദനയാണല്ലോ, അത് എനിക്ക് സംഭവിക്കുന്നതാണല്ലോ ജീവിതത്തിൽ. ഇതെല്ലാം ഞാൻ ഈ വിഷമങ്ങൾ കൂടി ഇത് ഞാനും കടന്നു പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. ആ കഥാപാത്രത്തിൻ്റെ ഒപ്പം തന്നെ നമുക്കും വേദനിക്കാൻ പറ്റി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും വേദനിക്കാൻ പറ്റി. കാഞ്ഞൻ എന്ന് പറഞ്ഞ കഥാപാത്രം കടന്നുപോയ ആ ഒരു സംഘർഷങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ അത് എല്ലാ സിനിമകളിലും നമുക്ക് പറ്റാറില്ല. സിനിമ വേറെ, നമ്മൾ വേറെ. നമ്മൾ പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കും, സിനിമ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതൊന്ന് തീർന്നു കിട്ടിയാൽ ഇൻ്റർവെല്ലായാൽ നമുക്ക് പോയിട്ട് ടോയ്ലറ്റിൽ പോവാം, സിനിമ പടം അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം. അങ്ങനെ ഒരു ചിന്തയിൽ പല പടങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് ആക്ച്വലി ഇൻ്റർവെൽ പോലും ഉണ്ടായിരുന്നില്ല. ഇൻ്റർവെൽ കാണിച്ചേ ഉള്ളൂ, നമുക്ക് ഇൻ്റർവെൽ കിട്ടിയില്ല. എങ്കിൽ പോലും നമുക്കൊരു അസ്വാരസ്യം ഉണ്ടാക്കിയില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ കാഞ്ഞൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. കാഞ്ഞനെ ഞാൻ ശരിക്കും പറഞ്ഞ സിനിമ കണ്ടിട്ട് ആദ്യമായിട്ടാണ്, എൻ്റെ ലൈഫിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സിനിമ കണ്ടിട്ട് അതിലെ മെയിൻ ക്യാരക്ടറിനെ തിയേറ്ററിന് മുമ്പിൽ വെച്ച് കാണുന്നത്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് അത്. ഞാൻ സിനിമ കാണാൻ വേണ്ടി കാലം കുറേ, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. അതേപോലെ നായികയും എല്ലാവരും സംവിധായകനും കാസ്റ്റിംഗ് ഡയറക്ടറും എല്ലാവരും കൂടി ഒരുമിച്ച് തിയേറ്ററിന് മുമ്പിൽ നിൽക്കുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. എന്തായാലും ഭയങ്കര പൊട്ടൻഷ്യലുള്ള പിന്നെ ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ് കാഞ്ഞന അവതരിപ്പിച്ച വിനോദ് അല്ലേ. വിനോദ് അവതരിപ്പിച്ചത് ഒരുപാട് ഭാവിയുണ്ട്. ഡയറക്ടർക്കും ഒരുപാട് ഭാവിയുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ട ചെറിയ ചില്ലറ കാര്യങ്ങളൊക്കെ താങ്കളുടെ ഒരു ഫസ്റ്റ് മുഴുനീള പടം എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് അത് ഒക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പൊട്ടൻഷ്യൽ താങ്കളിലുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വലിയ പടങ്ങൾ ചെയ്യാൻ താങ്കൾക്ക് സാധിക്കും. അതിനുള്ള എല്ലാ അവസരങ്ങളും വന്നു ചേരും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 പേർക്കും എല്ലാവിധ ആശംസകളും. ഇന്ത്യയിൽ മൊത്തം ഉപയോഗിക്കുന്ന ചില ചിഹ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് കാന്താര പോലത്തുള്ള സിനിമകളിലും അല്ലെങ്കിൽ കഥകളി പോലത്തുള്ള രൂപങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ഈ കോൺഫ്ലിക്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കണം. യഥാർത്ഥത്തിൽ അങ്ങനെ കഴിയൂല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ വരുമ്പോഴാണ് ഇത് എവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് ആലോചിക്കേണ്ടത്. ഇതിന് പൊളിറ്റിക്കലി നമ്മൾ ഏത് സ്ഥലത്താണ് ഇതിനെ കൊണ്ട് കെട്ടേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയുടെ എന്താ പറയുക, നേരത്തെ ഇപ്പൊ ഇവിടെ വന്ന ചർച്ച തന്നെ വളരെ ഡെമോക്രാറ്റിക് ആണ്. അത് കേരളത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നമ്മൾ ഈ കാലങ്ങളായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കലാണ്, പരിസ്ഥിതി, ദളിത്, രാഷ്ട്രീയം 2000 മുതൽ നമ്മൾ ഈ സ്വത്വത്തെ സംബന്ധിച്ചുള്ള ഒരുപിടി ചർച്ചകൾ അതിനപ്പുറത്തേക്ക് കൂടി സഞ്ചരിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അത് യൂറോപ്പിൽ നിന്ന് പുതിയ ക്ലാസ്സുകൾ വരാത്തതുകൊണ്ടാണോ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടേതായ രീതിയിലുള്ള ചില വായനകൾ ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമാണ് ഇത് കേട്ടിരുന്നത്. ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ മനോജേട്ടൻ്റെ ആദ്യത്തെ പടം എന്നുള്ള ഇതിൽ ഭയങ്കര രസമായിട്ട് അതിൻ്റെ DOP ആയാലും അതിൻ്റെ വിഷ്വൽസ് ഒക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ വിനോദേട്ടനായാലും CG ആയാലൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞൊരു വിഷയം ഈ സിനിമയിലുള്ളിൽ നിൽക്കുന്നുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇപ്പം ഈ പറഞ്ഞ തെയ്യത്തിലായാലും കഥകളിയിലൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് കണ്ട കുറെ വിഷയങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചില വൈരുദ്ധ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. അത് ഒരുപക്ഷെ പുതിയൊരു തലത്തിലേക്ക് പുതിയൊരു ചർച്ചകളിലൂടെ തന്നെ വികസിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ കേവലമായിട്ടുള്ള ഒരു സൗന്ദര്യശാസ്ത്രം കൊണ്ടൊന്നും പരിഹരിക്കപ്പെടില്ല. ഭയങ്കരമായിട്ട് പരിസ്ഥിതിവാദം പറഞ്ഞ ആൾക്കാർ പച്ച പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്ന പോലെ തന്നെ പരിപാടിയാണ് നമ്മളത്. ഇത് കാലങ്ങളായിട്ട് കേരളത്തിൽ ഈ പറഞ്ഞ ചർച്ചയുണ്ട്. അപ്പൊ ഇതിനൊരു പുതിയ തലത്തിലേക്ക് പോട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം. തെയ്യത്തിന്റെ പ്രത്യേകത അപ്പൊ ഈ ആലുക്കാസ് പോലുള്ള ജ്വല്ലറികളൊക്കെ ഉപയോഗിച്ച് പരസ്യം ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ സമൂഹം പറഞ്ഞ തന്നെ ഈ പോസ്റ്റ് മോഡേണിസം, ഈ ആധുനികത, ഉത്തരാധുനികതക്ക് അതിന്റെ ഇടയിൽ തന്നെ ഈ കാന്താര പോലുള്ള സിനിമകൾ വലിയൊരു ദളിത് തന്നെ അവരുടെ കുടുംബ പരിസരത്ത് ഭയങ്കര അധികം പ്രചോദിപ്പിച്ച ഒരു സിനിമയാണ് കാന്താര. അതിനുശേഷം ഇപ്പോൾ ഈ ടോവിനോയുടെ സിനിമ വന്നു. അത് ഈ ഒടിയന്റെ വേറെ രൂപമാണ്. അത് ഒടിയന്റെ തന്നെയല്ല, സൂര്യ അവതരിപ്പിച്ച ഒരു സിനിമയുണ്ട്, അത് ബോധിധർമ്മനെ കാണിക്കുന്ന ഒരു സിനിമയുണ്ട്. അപ്പൊ ബോധിധർമ്മനാണ് അതിന്റെ ആദ്യത്തെ കഥാപാത്രമായിട്ട് ടോവിനോ രംഗപ്രവേശം ചെയ്യുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബുദ്ധമത സംസ്കാരം, നമ്മുടെ കൊടുങ്ങല്ലൂരും ശബരിമലയും ഇതൊക്കെ എവിടെയൊക്കെ ടച്ച് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇത് ഇവിടെ തന്നെ ഉണ്ടായത് തന്നെയാണ്. നമ്മളിപ്പോ റഷ്യയിലും അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ബ്രിട്ടനിൽ വരുന്ന സംസ്കാരമല്ലല്ലോ, ഇവിടുത്തെ സംസ്കാരമുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ കണ്ണൂർ സംസ്കാരമായാലും നമുക്കറിയാം. ഇപ്പോൾ മധ്യകാലത്തിന് നേരെയാണ്, അതിനപ്പുറത്താണ് ഇപ്പോൾ ഡൈനാമിക് ആക്ഷൻ, മറ്റേ ആദിയിലുള്ള തമ്മിലുള്ള ഒരു പ്രത്യേക വിപ്ലവമാണ്. അത് മൊത്തം വിപ്ലവമാണ്. ആ നടന്മാരെന്ന് പറഞ്ഞ സൂര്യകുട്ടത്തിന്റെ പാട്ട് പറയുന്നത് ആ കാലത്ത് കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ കുടിയിറക്കിയാൽ ഞങ്ങൾ കുടിയെടുക്കും, പടിയിറക്കിയാൽ ഞങ്ങൾ പടം വായിക്കും. അതാണ് പാട്ടിന്റെ മെസ്സേജ്. അപ്പൊ ഇത്തരം സംഭവങ്ങളുണ്ട്. ഇത് നമ്മൾ കാണുന്നില്ല, നമ്മൾ സിനിമക്കാർ കാണുന്നില്ല, ഈ രംഗത്തുള്ളവരൊന്നും കാണുന്നില്ല. ഇതിനൊക്കെ ശേഷം ചെയ്ത സിനിമകൾ ഇറങ്ങിയിട്ടില്ല. അതും ഈ പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഇപ്പം ചെയ്തത് ഈ അടുത്ത് ഇപ്പം പിന്നെ സജിൻ ലാൽ സംവിധാനം ചെയ്ത ഭാഗ്യലക്ഷ്മി നിർമ്മിക്കുന്നു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നു. ചെറിയ ചെറിയ പിന്നെ നാടകം ആണ് എൻ്റെ മെയിൻ എന്ന് പറഞ്ഞത്. ഞാൻ ശരിക്കും പ്രവാസിയാണ്. 20 വർഷമായിട്ട് ഷാർജയിൽ ആണ് എൻ്റെ ജീവിതം. പക്ഷെ ഷാർജയിലാണെങ്കിലും കല, എന്താ പറയുക, നാടകം ഇതുപോലുള്ള കാര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്നതാണ്. കാഴ്ചക്ക് ചെറുപ്പമുള്ളൂ അല്ലേ? കാഴ്ചക്ക് അല്ല, ഞാനിപ്പോ പാസ് ഔട്ടായ ഇല്ല, പ്രായം അത്യാവശ്യമായി. കാഴ്ചക്ക് എപ്പോഴല്ല, വാർത്തയ്ക്ക് സിനിമയിലാണല്ലോ അതല്ല, ഞാൻ വിചാരിച്ച ആൾ വളരെ യങ്ങാണെന്ന്. 20 വർഷമായിട്ട് സൗദിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ സിനിമയുടെ ഈ കഥയും കാര്യങ്ങളും പ്രദീപാട്ടനിലൂടെയാണ് കേൾക്കുന്നത്. കേട്ടപ്പം വളരെ ഇഷ്ടമായി. നല്ല അഭിനയ സാധ്യതകൾ, നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതാണല്ലോ ആദ്യം നോക്കുക. അഭിനയ സാധ്യതയുള്ള, പിന്നെ അതിൽ ഒരുപാട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സാധനം ഒന്നുമില്ല. പിന്നെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഡയറക്ടർ, കാസ്റ്റിംഗ് ഡയറക്ടർ, അതുപോലെ മറ്റ് കാര്യങ്ങളിലൂടെ വന്നു. സിനിമയിൽ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. എല്ലാ അഭിനന്ദനങ്ങൾക്കും കാര്യങ്ങൾക്കെല്ലാം വളരെയധികം വന്നു. അതാണല്ലോ നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്. എപ്പോഴും മുന്നോട്ടുള്ള പ്രചോദനം. വിമർശനങ്ങൾ, മറ്റ് തിരുത്തലുകൾ തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ട് പിന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തും.